പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകകപ്പിലെ നടന്ന ആദ്യത്തെ 2 മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രോ ആയിരുന്നു 2 ഖത്തർ. നമുക്ക് ഇന്നത്തെ മത്സരങ്ങളുടെ ഒരു റിവ്യൂ നോക്കിയാൽ ഖത്തറും സ്വിറ്റ്സർലൻഡും 1-1 ആണ്. ഖത്തർ സ്വിറ്റ്സർലൻഡ് 1-1 ആണ്. നമ്മളുടെ മലയാളിയായ തഹസീൻ മത്സരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ തഹസീൻ മത്സരിച്ചില്ല. ഇരു ടീമുകളും കൃത്യസമയത്ത് സമനില പാലിക്കുകയായിരുന്നു. ബ്രിൽ എംബോളയിലൂടെയാണ് സ്വിറ്റ്സർലൻഡ് ഗോൾ നേടിയതെങ്കിൽ മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ ശേഷിക്കെയാണ് ഖത്തർ സമനില പിടിച്ചത്. ഖത്തറിന് വേണ്ടി ഗോൾ വല ചലിപ്പിച്ചത് സ്വിസ് താരം മിറോ മുഹൈമിന്റെ സെൽഫ് ഗോളാണ്. യഥാർത്ഥത്തിൽ ഖത്തറിന് വേണ്ടിയിട്ടല്ല, ഒരു സെൽഫ് ഗോളാണ് ഖത്തറിന് ജീവൻ കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകകപ്പിലെ ആദ്യത്തെ സെൽഫ് ഗോളായിട്ട് മാറുകയാണ് സ്വിസ് താരം മിറോ മുഹൈമിന്റെ സെൽഫ് ഗോൾ. ഈ ചോദ്യങ്ങളൊക്കെ, ഈ ഉത്തരങ്ങളൊക്കെ എഴുതി വെച്ചോളൂ, നാളത്തെ ക്വിസ് മത്സരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഖത്തറിലെ ലോകകപ്പിലെ ആദ്യത്തെ പോയിന്റ് ഒരു സെൽഫ് ഗോളിലൂടെ സ്വിറ്റ്സർലൻഡ് സമ്മാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ നമ്മളൊക്കെ കാത്തിരുന്ന ആവേശകരമായ വളച്ചിരുന്ന് കണ്ട മത്സരം ബ്രസീൽ മൊറോക്കോ മത്സരമായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. 1-1 ആണ്. ബ്രസീൽ മൊറോക്കോയുടെ സമനിലയിൽ കുരുങ്ങി. ഇസ്മയിൽ സെബാരിയുടെ ഗോളിലൂടെയാണ് മൊറോക്കോ മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ ലീഡ് നേടിയത്. എന്നാൽ പിന്നീട് മൊറോക്കോയെ വിനീഷ്യസ് ജൂനിയറിന്റെ സോളോ ഗോളിലൂടെ കാനറികൾ സമനിലയിൽ പിടിച്ചു കിട്ടി. അതോടുകൂടി മത്സരം 1-1 നിന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രണ്ടാം പകുതിയിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും അത് മുതലാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല. നെയ്മർ ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എങ്കിലും മൊറോക്കോയുടെ സമഗ്രാധിപത്യമാണ് മത്സരത്തിൽ കണ്ടതെന്നാണ് മത്സരം കണ്ടവർ വിലയിരുത്തുന്നത്. നേരിട്ടിയ മത്സരം കണ്ടിട്ടില്ല. മത്സരം കണ്ടവർ വിലയിരുത്തുന്നതും നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്നുള്ള വിദഗ്ധർ വിലയിരുത്തുന്നതും മൊറോക്കോയുടെ ഏകാധിപത്യമായിരുന്നു. ഈ നിലയിൽ പോയാൽ നെയ്മർ ഇല്ലെങ്കിൽ വലിയ പാടാണ്. മൂന്നാം മത്സരത്തിൽ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് സ്കോട്ട്ലൻഡ്. ഹെയ്ത്തിയെ 1 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ തോൽപ്പിച്ചത്. ജോൺ മങ്കാണ് സ്കോട്ട്ലൻഡിന് വേണ്ടി വിജയ ഗോൾ നേടിയത്. 36 വർഷത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്കോട്ട്ലൻഡ് ഒരു കളി ജയിക്കുന്നത് ലോകകപ്പിൽ. അടുത്ത മത്സരം ഇപ്പോൾ നടക്കുന്നു. തുർക്കി ഓസ്ട്രേലിയയെ നേരിടുകയാണ്. കാനഡയിലെ വാൻകൂവർ സ്റ്റേഡിയത്തിലാണ് തുർക്കിയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. ഈ സമയത്തും രാവിലെ 9:43. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നിങ്ങൾക്കൊരു അത്ഭുതമായിരിക്കും അല്ലേ? ലോകകപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കട്ടക്കാപ്പിയും നിലക്കടലയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങോട്ട് സോഫയിലോട്ട് ഇങ്ങനെ ചാരിക്കിടന്ന് മിക്സറും ഒക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ രാവിലെ 9:30, രാവിലെ 6:30, രാവിലെ 3:30 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. ഇനി ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂളുകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കൂ. ഇന്ന് ധാരാളം മത്സരങ്ങളുണ്ട്. ഇന്ന് ജർമ്മനി കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ് അധികം ഉറക്കമുളയ്ക്കേണ്ട കേട്ടു. ജർമ്മനി 9:30 നേരിടാൻ പോകുന്നത് കുറോസ്കോ എന്ന് പറയുന്ന രാജ്യത്തെയാണ്. അത് കുറസോവ എന്ന് പറയുന്ന രാജ്യം. കുറോസോവ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത, അത് ഒരു ഇറ്റ്സ് എ കരീബിയൻ കൺട്രി കുറോക്കോ. അത് കരീബിയൻ, ആകെ ഒരു 1.5 ലക്ഷം ആൾക്കാർ മാത്രമേ ഉള്ളൂ കുറോക്കോയിൽ. അപ്പോൾ ജർമ്മനി കുറോക്കോ മത്സരം നടക്കുന്നത് 9:30. അപ്പോൾ ജർമ്മനി എത്തുന്നു. ജർമ്മനിയുടെ ആരാധകരൊക്കെ ഉണ്ട്. അധികം ഉറക്കം ഉളയ്ക്കാതെ കാണാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോച്ച് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡച്ച് പരിശീലകനായിരുന്ന ഡിക്കാണ്. നമ്മുടെ ഡിക്ക് അഡവോക്കാറ്റോ ആണ് ഈ പറയുന്ന കുറോക്കോയുടെ കോച്ച് എന്നുള്ളത്. പഴയ പ്രതാപം വീണ്ടെടുക്കാൻ യുവതാരങ്ങളുമായിട്ടാണ് ജർമ്മനിയുടെ വരവ്. അപ്പോൾ ജർമ്മനി എന്ന ഒരു വൻമതിൽ അവിടെ നിൽക്കുന്നു. കുറോക്കോ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം, ഏറ്റവും ചെറിയ രാജ്യമാണ് കേട്ടോ. ഈ ലോകകപ്പിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് കുറോക്കോ എന്ന് പറയുന്നത്. പുലർച്ചെ ഇനി 1:30 നടക്കുന്ന മത്സരം, ആ ഷെഡ്യൂൾ കൂടി പറയാം. നെതർലൻഡ്സ് ജപ്പാനെ നേരിടും. കിടു പോരാട്ടമായിരിക്കും കേട്ടോ. നെതർലൻഡ്സും ജപ്പാൻ, ഹോളണ്ട് ജപ്പാൻ. ഹോളണ്ടിനെ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ജപ്പാൻ. കരുത്തുറ്റ സംഘങ്ങളുമായാണ് ഇത്തവണ ഇരു ടീമുകളും ലോകകപ്പിന് എത്തുന്നത്. തീപാൽ. ഇനി മറ്റൊരു മത്സരമുള്ളത് 4:00 രാവിലെ 4:30. രാവിലെ ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയാണ് നേരിടുക. 7:00 നടക്കുന്ന മത്സരത്തിൽ സ്വീഡൻ ട്യൂണീഷ്യയെ നേരിടും. സ്വീഡൻ കളത്തിലിറങ്ങുന്നു. രാവിലെ 7:00 സ്വീഡന്റെ മത്സരം നടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലോകകപ്പ് മത്സരം. അപ്പോൾ ഇന്ന് ജർമ്മനി തുടങ്ങി 9:30 തുടങ്ങി നാളെ രാവിലെ 7:30 വരെ ഉറക്കം ഉളയ്ക്കാതിരുന്ന് കണ്ടോളൂ.